ഈ പരിശുദ്ധമായ അൾത്താരയിൽ കയറി സാക്ഷ്യം പറയാൻ സാധിച്ചതിൽ വളരെയധികം നന്ദി പറയുന്നു ഈശോയ്ക്കും മാതാവിനും. എൻ്റെ പേര് ഷീബ, ഇതെൻ്റെ ഹസ്ബൻഡ് ജയൻ, ഇത് ഏളയ മകൻ അനന്തു. എൻ്റെ ഹസ്ബൻഡിന് കിട്ടിയ 52 വർഷം മുമ്പ് പഴക്കമുള്ള ഒരു രോഗസൗഖ്യത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത്. ഞാൻ 2024 ഓഗസ്റ്റ് 18-ാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടിയിൽ ഒരു നിയോഗം ഹസ്ബൻഡിൻ്റെ രോഗസൗഖ്യത്തെക്കുറിച്ച് വച്ചിരുന്നു. അത് മാതാവാണ് എനിക്കത് കാണിച്ചു തന്നത്. ഈ ഒരു അസുഖമുള്ളത് മാറ്റാൻ വേണ്ടിയിട്ടായിരിക്കും. അങ്ങനെ ഞാനത് വച്ചിരുന്നു. ഞാൻ ഉടമ്പടി എടുത്ത് വീട്ടിൽ പോയി അവൻ പറയണത് പോലെ ചെയ്യുവിൻ. ഞാൻ പ്രേക്ഷിത പ്രവൃത്തി, കാരുണ്യ പ്രവൃത്തി, ബൈബിൾ വായന, ധ്യാനം, പ്രാർത്ഥന എല്ലാം മുന്നോട്ട് കൊണ്ടുപോയി. 3 മാസം 90 ദിവസം ആ ഉടമ്പടി ഞാൻ പൂർത്തീകരിച്ചു. 2 ദിവസം വൈകി ഉടമ്പടി പുതുക്കാൻ. ആ സമയത്ത് മാതാവ് തന്നെയാണ് എന്നെ കാണിച്ചു തന്നത്. ഹസ്ബൻഡിന് ഇങ്ങനെ ഒരു സംഭവം ഞാൻ ചെയ്തു തന്നിട്ടില്ല എന്ന് എന്നോട് ചോദിച്ചു. എനിക്ക് എന്താ പറയേണ്ടത്? ഞാൻ അപ്പം തന്നെ മാതാവിന് കുറേ നന്ദിയൊക്കെ പറഞ്ഞു. മാതാവ് എന്നെ വളരെയധികം ഇതാക്കിക്കൊണ്ട് എന്നോട് വളരെയധികം ഇതായിട്ട് എന്നോട് സംസാരിക്കുകയൊക്കെ ചെയ്തായിരുന്നു. വളരെ ദൈവികമായ ഇടപെടൽ ഞങ്ങളിലുണ്ടായിരുന്നു. എല്ലാ ഇതിനും ഞങ്ങൾ ഉടമ്പടി വസ്തുക്കൾ മാത്രമേ ഉപയോഗിച്ചിരുന്നുള്ളൂ. ഉപ്പ്, തേൻ, തൈലം. തേൻ കഴിക്കാൻ കൊടുക്കുമായിരുന്നു, ഉപ്പ് കഴിക്കാൻ കൊടുക്കും. തൈലം കുരിശ് വരച്ചിട്ട് എന്നും രാവിലെ പ്രാർത്ഥിക്കുമായിരുന്നു. എല്ലാം ദൈവത്തിൻ്റെ ഇരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഈ രോഗസൗഖ്യം ആദ്യത്തെ മാസം തന്നെ മാതാവ് മാറ്റി തന്നു എന്നാണ് എൻ്റെ ഏറ്റവും വലിയ വിശ്വാസം. രണ്ടാമത്തെ സാക്ഷ്യം, എൻ്റെ മോൻ അനന്തു +2 ഇത്തിരി മോശമായിരുന്നു പഠിക്കാൻ. അപ്പോൾ ഉഴപ്പത്തരം കണ്ടതിൻ്റെ പേരിൽ ഞാൻ വേഗം എന്നെ മാതാവിന് എൻ്റെ അടുത്ത് പറഞ്ഞു, 25 മാർക്കെങ്കിലും തന്ന് ഈ മോനെ ഒന്ന് ജയിപ്പിച്ച് തന്നേക്കണേ മാതാവേ. മാതാവ് 38 മാർക്ക് വീതം ഓരോ വിഷയത്തിന് തന്ന് അവനെ പാസ്സാക്കി തന്നു. അവന് ഞാൻ തൈലം കുരിശ് വരച്ചിട്ട് പ്രാർത്ഥിച്ച് കൊടുക്കുമായിരുന്നു. ഉപ്പും തേനും കഴിക്കാൻ കൊടുക്കുമായിരുന്നു. ഉപ്പ് അവൻ കൊണ്ടുപോയിട്ട് അവൻ എക്സാം എഴുതണതിൻ്റെ ഇരിക്കുന്ന സീറ്റിൻ്റെ അടുത്തിടും. പിന്നെ എക്സാം കഴിഞ്ഞ് പേപ്പർ കൊടുക്കുന്നതിന് മുമ്പായിട്ട് അതിൽ ഇത്തിരി ഉപ്പ് വിതറി വിശ്വാസ പ്രമാണം ചൊല്ലി അങ്ങനെയാണ് അവൻ ഈ എക്സാം പാസ്സായി വന്നത്. ഇന്നവൻ BBA ഫൈനൽ സ്റ്റുഡൻ്റായിട്ട് പഠിക്കുന്നു. 4th സെം വരെ ഉള്ള എല്ലാം ഇപ്പോൾ ക്ലിയർ ആയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഞാൻ കാരുണ്യ പ്രവൃത്തിയായിട്ട് ചെയ്തത് പത്രം കൊടുക്കും, ഹോസ്പിറ്റലിൽ പോകും, അവർക്ക് വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിക്കും. അവർക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ ചെറിയ സഹായങ്ങൾ, എനിക്ക് സാമ്പത്തികമൊന്നും അധികമില്ല, അപ്പം ചെയ്യാൻ പറ്റുന്ന ചെറിയ സഹായങ്ങളൊക്കെ ഞാൻ ചെയ്തു കൊടുക്കും. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ ചെയ്യുന്നത് തൈലം തൊട്ട് പ്രാർത്ഥിക്കും. അപ്പോൾ തന്നെ ഞാൻ മാതാവിനോട് പറയും, മാതാവ് ഇതേ എൻ്റെ കയ്യിലുള്ളൂ, ഇതാണ് ഞാൻ ഇവർക്ക് തൊട്ട് കൊടുക്കുന്നത്, നീ എന്തെങ്കിലും അത്ഭുതം ഇതിൽ കാണിച്ചു കൊടുത്തേക്കണേ. അതേപോലെ കുറേ കാര്യങ്ങൾ ഓരോരുത്തർക്കും ലഭിച്ചിട്ടുമുണ്ട്. കുറേ പേരെയൊക്കെ ഇവിടെ കൊണ്ടുവരാനും പറ്റിയിട്ടുണ്ട്. ചിലവരതിൽ ഉടമ്പടി എടുത്ത് ഇന്ന് നല്ല ഇതിൽ ജീവിക്കുന്നുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. ഈ ഒരു സാക്ഷിയെങ്കിലും ഞാനിവിടെ പറഞ്ഞില്ലെങ്കിൽ അത് മാതാവിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റായിരിക്കും. അതുകൊണ്ട് ഈ സാക്ഷ്യം ഞാനിവിടെ സമർപ്പിക്കുന്നു. മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു. പ്രഭാഷകൻ്റെ പുസ്തകം 17-ാം അധ്യായം 11-ാം തിരുവചനം. അവിടുന്ന് അവരുടെ മേൽ ജ്ഞാനം വർഷിക്കുകയും ജീവൻ്റെ നിയമം അവർക്ക് നൽകുകയും ചെയ്തു. അവിടുന്ന് അവരുമായി ശാശ്വതമായ ഒരു ഉടമ്പടി ഉറപ്പിക്കുകയും തൻ്റെ നീതിവിധികൾ അവർക്ക് വെളിപ്പെടുത്തുകയും ചെയ്തു. ഷീബ എന്ന ഈ സഹോദരി തൻ്റെ കുടുംബത്തോടൊപ്പം വന്നവരുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യമേറ്റ് പറയുന്നത് അവരുടെ അസാധ്യതകളിൽ ദൈവം അവർക്ക് നൽകിയ വലിയ കൃപകളെക്കുറിച്ച് നന്ദി പറയാനാണ്. 52 വർഷമായിട്ട് തൻ്റെ ജീവിത പങ്കാളിക്ക് വലിവിൻ്റെ അസുഖമുണ്ടായിരുന്നു. ഇവിടെ വന്ന് ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ച് വളരെ പെട്ടെന്നാണ് സമയച്ചുരുക്കത്തിൻ്റെ അമ്മ 1 മാസത്തിനകം അദ്ദേഹത്തിൻ്റെ വലിവ് പൂർണ്ണമായി സൗഖ്യപ്പെട്ടു എന്നേറ്റ് പറയുന്നു. ഇവിടെ നിന്ന് ലഭിച്ചിരുന്ന നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചു കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് പരിപൂർണ സൗഖ്യം ലഭിച്ചത് എന്നവർക്ക് ഏറ്റുപറയാൻ സാധിക്കും.
കാരണം ഇംഗ്ലീഷ് മരുന്നുകളും ആയുർവേദം, ഹോമിയോ, അലോപ്പതി എല്ലാം തന്നെ അവർ വർഷങ്ങളായി ട്രൈ ചെയ്തതാണ്. പക്ഷേ അതിനൊന്നും സൗഖ്യം നൽകാൻ സാധിച്ചില്ല. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിലൂടെ ഈശോ ആണ് അവർക്ക് സൗഖ്യം നൽകിയതെന്ന് അവർക്ക് ഏറ്റുപറയാൻ സാധിക്കും. മരുന്നോ ലേപനമോ അല്ല, അങ്ങയുടെ വചനമാണ് അവരെ സൗഖ്യപ്പെടുത്തിയതെന്ന് ജ്ഞാനത്തിൻ്റെ പുസ്തകം പറയുന്നത് പോലെ അവർ വിശ്വസിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അവർക്കിന്ന് സന്തോഷത്തോടുകൂടി ആരുടെയും മുൻപിൽ എവിടെയും പോകാനുള്ള സ്വാതന്ത്ര്യവും ആത്മവിശ്വാസവും അതുപോലെ തന്നെ ആരോഗ്യവും തിരിച്ചു കിട്ടിയതിന് ഷീബയും കുടുംബവും നന്ദി പറയുന്നു. അതുപോലെ തന്നെ മകൻ അനന്തു +2 പാസ്സാകാൻ വളരെ സങ്കടത്തോടു കൂടിയാണ് കുടുംബം പ്രാർത്ഥിച്ചിരുന്നത്. അനന്തുവിനും വളരെ സങ്കടമായിരുന്നു തനിക്ക് +2 പാസ്സാകാൻ സാധിക്കുമോ എന്ന്. അമ്മ എന്നും പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അതുപോലെ തന്നെ മകൻ പരീക്ഷയ്ക്ക് പോകുമ്പോഴും പഠിക്കുന്ന സമയങ്ങളിലുമെല്ലാം ഉടമ്പടി ഉപ്പ് അവന് കൊടുത്തു വിടുമായിരുന്നു. അവന് തൈലം പൂശി അവൻ്റെ നെറ്റിയിൽ അഭിഷേകം ചെയ്തിട്ടാണ് അവൻ ഓരോ പരീക്ഷയ്ക്കും പോയത്. അവൻ പാസ്സായി. അതിൽ കൂടി അവന് വിശ്വാസം വർദ്ധിച്ചു. അവൻ ഉടമ്പടി എടുക്കാൻ ഒരുങ്ങുകയാണ്. BBA ഫൈനൽ എക്സാം പഠിക്കുന്ന ഈ മകനെ ഉയരങ്ങളിലേക്ക് എത്താനുള്ള കൃപകളും അനുഗ്രഹവും അഭിഷേകവും നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സമാനമായ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന എല്ലാ മക്കൾക്കും വേണ്ടി നമുക്ക് ഈ സാക്ഷ്യം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ല ഒരു കൈയടി നൽകി ഷീബയുടെ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.